ഹലോ ഫ്രണ്ട്സ്, സ്റ്റാർ വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചിക്കൻ കറിയാണ് വെക്കണേ, ദൈ ചിക്കൻ. അതിനായിട്ട് നമ്മളിന്ന് കുറച്ചധികം വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമയോടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സവാള അരിയാൻ പോവാണ്. നമ്മൾ ഇതേപോലെ തന്നെ സ്ക്വയർ പീസുകളാക്കിയിട്ട് അരിയണം, ചെറുതാക്കി നുറുക്കി അരിയരുത്. ഓക്കെ, പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മുടെ തക്കാളി എടുക്കുകയാണ്. തക്കാളി നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ സ്ക്വയർ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ക്യാപ്സിക്കാണ്, അതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ പതുക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ആയതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകും വിധത്തിലാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ടൈം ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിൽ ഷോർട്ട് വീഡിയോസിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുറ്റത്തെ മുളക് എന്നും എന്നെ നോക്കിച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ അതിനെ ഞങ്ങളുടെ എടുക്കുക. അപ്പോൾ ഈ മുളകുകളെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മൾ കഴുകി അതിൻ്റെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമ്മൾ ഇതേപോലെ അരിഞ്ഞ് സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പരമാവധി ചെറുതാക്കി അരിയുക, കാരണം ഇഞ്ചി അധികം നമ്മൾക്ക് കടിക്കുമ്പോൾ ടേസ്റ്റി ആയിരിക്കില്ല, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മൾ ചെറുതാക്കിയിട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അധികം ചെറുതായി പോകരുത്. നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം, ഈ രൂപത്തിൽ തന്നെ ഇതാവണം, അല്ലെങ്കിൽ നമുക്കത് കറിയിൽ കാണില്ല. പിന്നെ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇലകളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാവിൻ്റെ ഇല പറിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ആടിന് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഓനിയൻ ലീക്സ്, അതുപോലെ നമ്മുടെ സെല്ലറി, പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ മല്ലിയില. ഇനി നമ്മുടെ ഈ ഇലകളെല്ലാം നന്നായി ചെറുതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയാതെ നമ്മുടെ വേപ്പിൻ മരത്തിൽ നിന്ന് കുറച്ച് വേപ്പിൻ്റെ ഇല പറിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇനി കുറച്ച് ഉള്ളി കൂടി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വെജിറ്റബിൾസ് കഴിഞ്ഞു. ഇനി നമുക്ക് തീ കത്തിച്ച് ഗ്യാസിൽ നമ്മുടെ ചീനച്ചട്ടി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ അതിലൊഴിച്ച് വെളിച്ചെണ്ണ തിളച്ച് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കാശ്മീരി മുളക് ചെറിയ പീസുകളാക്കിയിട്ട ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇലയിട്ട് പടക്കം പൊട്ടിക്കാം. 2 പടക്കം കൂടി ബാക്കിയുണ്ട്, വെളുത്തുള്ളിയും ഇഞ്ചിയും. ഇനി പടക്കം പൊട്ടിച്ച പെരുന്നാളാന്ന് വിചാരിക്കും, അതുകൊണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചതിൽ നിന്ന് നമ്മുടെ സവാള, തക്കാളി, ക്യാരറ്റ്, വേപ്പിൻ്റെ ഇല ഇതെല്ലാം നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഓണത്തിന് ഇട്ട പൂക്കളം പോലെ നല്ല കളർഫുൾ ആയിട്ടിരിക്കും. ഇനി നമുക്ക് ഇതിലൊരു കിണർ കുത്തണം, വെള്ളം കാണും വരെയല്ല, എണ്ണ കാണും വരെ. അങ്ങനെ എണ്ണ നന്നായി കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച ഈ പൂക്കളെല്ലാം നമുക്ക് പൊളിച്ച് കളയാട്ടോ. അപ്പം നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് എല്ലാം കൂടി മിക്സാക്കി ഒന്നാക്കി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മളിതിലിട്ട പൊടികളും നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളും ഇതെല്ലാം നമ്മളിതിലിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇവർ ഒന്നായി കഴിയുമ്പോൾ ഇവർ കാത്തിരിക്കുന്ന കോഴീനെ ഇതിലിട്ട് കൊടുക്കുക. ഇവരിങ്ങനെ മാറി മാറി നിന്നാൽ ശരിയാവില്ല, അപ്പോൾ നമുക്ക് ഇവരെല്ലാവരും മിക്സ് ചെയ്ത് ഒന്നാക്കണം. അപ്പോൾ ഇവരെ ഒന്നാക്കി അങ്ങോട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ ഇവരെ മുഖത്തൊക്കെ ഒരു സന്തോഷം കാണുന്നില്ലേ? ഇങ്ങനെ ഈ സന്തോഷം കണ്ടു കഴിയുമ്പോൾ ഇവരെ പതുക്കെ നമ്മളങ്ങോട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് പതുക്കെ അങ്ങോട്ട് തുറക്കുക. അപ്പോൾ നമുക്കൊരു നല്ല സൂപ്പർ കോഴീൻ്റെ മണം വരും. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ദൈ ചിക്കൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ തൈര്. ഈ തൈര് നമ്മൾ പൊട്ടിച്ച്, നല്ല കട്ട തൈരാണ് കേട്ടോ, ഇത് നമ്മൾ പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ഇത് കൂടി ഇതിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഒരു ജോയിന്റ് ഫാമിലി ആവും. ഇപ്പൊ ഏകദേശം നമ്മുടെ ദൈ ചിക്കൻ സെറ്റ് ആയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ കറി ഒരു അണിഞ്ഞൊരുങ്ങിയൊരു വരവുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മുടെ മല്ലിയിലയുടെ ഇലകൾ എല്ലാം കൂടി നമ്മൾ കുറച്ച് ശേഷം നമ്മൾ ഇതിലിട്ട് കൊടുക്കണം. ഒപ്പം നമ്മുടെ ചെറുനാരങ്ങ നീര് അതിലൊഴിച്ചു കൊടുക്കാണ്. സംഭവം സൂപ്പറാണ് കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെയും നമ്മുടെ മല്ലിയിലയുടെ പുതിന ഇലയുടെ അതുപോലെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടി ഒരു സ്മെല്ല് വരും. പൊന്നോ, ഇനി ഒന്നും നോക്കണ്ട, എല്ലാവരും പെട്ടെന്ന് പോയിട്ട് വെച്ചോ. ഐറ്റം സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ എനിക്കൊരു ലൈക്കും തരാം. നിങ്ങളുടെ എല്ലാവരും ലൈക്കുകളാണ് എൻ്റെ സപ്പോർട്ട്, എനിക്കുള്ള ഏറ്റവും വലിയ സപ്പോർട്ട്. അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നിങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും എല്ലാ പ്രോത്സാഹനങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസത്തോടെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.